മോനെ പീക്കൂ, ദൈവത്തെ ഓർത്ത് എനിക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടുന്നു. ഒത്തിരി പേരുണ്ട് എനിക്ക് വട്ടാണെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെയാണ് വന്ന് കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇതൊക്കെ വലിക്കുമ്പോൾ വന്ന് പിടിക്കുക. എൻ്റെ വീഡിയോ കിടപ്പുണ്ട്. ഈ ഒരു സ്ഥലത്ത് മാത്രമേ കിടക്കത്തുള്ളൂ. ഉമ്മയൊക്കെ ചോദിച്ചാൽ തരും, അവരങ്ങനെയാണ്. ഉമ്മ ചോദിച്ചാൽ തരും, എപ്പോൾ ചോദിച്ചാലും തരുമേ. അറിയത്തില്ല, എൻ്റെ കൈവിട്ട് പോകും. ഞാൻ ആ ഒരു അവസ്ഥയിലാണ്. 4 ദിവസമായി ഞാൻ ഫുഡ് കഴിച്ചിട്ട്. മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗം കഴിഞ്ഞ് നമ്മളെ വലിച്ചെറിയും, ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിലുള്ള അനുഭവമാണ്. പക്ഷെ ഇവരങ്ങനെ ചെയ്യത്തില്ല. എൻ്റെ ബെഡിലാണ് കിടക്കുന്നത്. സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ആ പീക്കിരി എന്ന് പറയുന്ന പൂച്ചക്കുഞ്ഞിനെ കാണാതായിട്ട് ഇന്ന് 4ാമത്തെ ദിവസമാണ്. എവിടെയാണെന്ന് അറിയത്തില്ല. എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം. ആര് കൊണ്ടുപോയില്ല, ഞാൻ അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പീക്കിരി, പീക്കൂ, മോനെ മോനെ. വീട് വിട്ടെങ്ങും പോകത്തില്ല കേട്ടോ. മൃഗമെന്ന് പറയാൻ പറ്റത്തില്ല. ഇല്ല, ഞാൻ പറയത്തില്ല. പൂച്ച എന്ന് പോലും പറയുന്നില്ല. ഇല്ല. ചേച്ചിയുടെ ജീവന്റെ ജീവനായിരുന്നു പീക്കിരി എന്ന് പറയുന്ന ഒരു പൂച്ചക്കുഞ്ഞ്. അവന്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൽ നിന്നാണ് അവന് പുനർജന്മം നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ചേച്ചിയുടെ സംശയം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയെന്നാണ്. ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ മോഷ്ടിച്ചുകൊണ്ട് പോയൊരു ദയവായി ഈ ചേച്ചിക്ക് അതിനെ തിരിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് വേറെ പൂച്ചക്കുഞ്ഞിനെയോ എന്ത് വേണമെങ്കിലും ചേച്ചി തരാം. ദയവായി അതിനെ തിരിച്ചു തരണം. മനുഷ്യൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും ചതിക്കാം. ഇവരൊരിക്കലും ചതിക്കത്തില്ല. കൊടുക്കുന്ന സ്നേഹം തിരിച്ചു തരും. ഇത് ചേച്ചിയുടെ പേര് അർച്ചന എന്നാണ്. സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് കൊല്ലം ജില്ലയിൽ പത്തനാപുരം നെടുമ്പറമ്പ് എന്നുള്ള സ്ഥലമാണ്. ചേച്ചി ഇവിടെ വാടകയ്ക്ക് താമസിക്കുവാണ്. കുറേ പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്. ചേച്ചിയുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ കുറേ പൂച്ചക്കുഞ്ഞുങ്ങളും ചേച്ചിയും അടങ്ങുന്നതാണ്. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ വരുന്നൊരു പൂച്ചയാണ്. കുഞ്ഞിലെ ഇൻഫെക്ഷൻ്റെ പ്രശ്നം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോഴും രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞത്. ഇവനെന്ന് പറഞ്ഞാൽ ഞാൻ ആ കൊച്ചിലെ പൊട്ടിയൊലിക്കുന്ന സമയത്ത് ഉപേക്ഷിക്കാതെ നോക്കിയത് കൊണ്ടായിരിക്കണം. ഭയങ്കര സ്നേഹമാണ്. ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ 6 പേര്. ഒരെണ്ണം ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നു ഒരാഴ്ച. അപ്പോൾ ഇവന് ബോഡി ഗാർഡെന്ന് പറയുന്നു. കാരണം ഫുൾ ടൈം എൻ്റെ കൂടെ നടക്കും. ഈ പോകുന്ന ദിവസം മിനിഞ്ഞാന്ന് വൈകുന്നേരം പോകുന്ന ദിവസം 5:30 ഞാൻ ഫുഡൊക്കെ കൊടുത്ത്. കഴിഞ്ഞ ആഴ്ച അവന് പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തിട്ട് കുളിക്കാൻ കയറിയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് കാണാൻ. ഇവരാരും ദൂരെ പോകത്തില്ല. ഞാൻ വിളിച്ചു കഴിഞ്ഞാലും യൂട്യൂബിൽ ഞാൻ ഈ എലിയുടെ ശബ്ദം പിന്നെ പൂച്ചയുടെ ശബ്ദം അത് വയ്ക്കുമ്പോൾ ഇവരിങ്ങ് വരും. വന്നു കഴിഞ്ഞാലും ഒരു ഇതുണ്ട്. ഒരാളങ്ങനെ ഇപ്പോൾ ഇത്തിരി താമസിക്കുകയാണെങ്കിൽ ഒരു അരമണിക്ക് 10 മിനിറ്റ് താമസിക്കുകയാണെങ്കിൽ ഞാൻ ഡോർ അടച്ചു കഴിഞ്ഞാൽ വന്ന് ഡോറിൽ വന്ന് തട്ടും. ഇപ്പം ഈ 4 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല, ഫുഡും കഴിച്ചിട്ടില്ല. അത്ര അറ്റാച്ച്മെന്റ് ആണ്. സഹിക്കാൻ പറ്റത്തില്ല. മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗം കഴിഞ്ഞ് നമ്മളെ വലിച്ചെറിയും, ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിലുള്ള അനുഭവമാണ്. പക്ഷെ ഇവരങ്ങനെ ചെയ്യത്തില്ല. എൻ്റെ ബെഡിലാണ് കിടക്കുന്നത്. സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒറ്റയുള്ള ആര് കൊണ്ടുപോയാലും അവർക്ക് ഞാൻ വേറെ പൂച്ച ഞാൻ കൊടുക്കാം, കുഞ്ഞുങ്ങളെ ഞാൻ കൊടുക്കാം. പക്ഷേ എനിക്ക് ഇവനെ തിരിച്ചു കിട്ടണം. ദയവായി അവനെ തിരിച്ചു തരണം. അവനെ എനിക്ക് തിരിച്ചു കിട്ടണം. ചിലരതിനെ കൊണ്ട് വിൽക്കാനായിരിക്കും കൊണ്ടുവന്ന് അറിയത്തില്ല. പക്ഷേ ഇഷ്ടം കൊണ്ട് വളർത്താൻ വാങ്ങിക്കുക അങ്ങനെ നിർത്തി ഒത്തിരി പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒത്തിരി പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവനെ എനിക്ക് തിരിച്ചു വേണം. നമ്മൾ അപേക്ഷിക്കുകയാണ്. എനിക്ക് തിരിച്ചു വേണം. അല്ലെങ്കിൽ ഞാൻ അറിയത്തില്ല, എൻ്റെ കൈവിട്ട് പോകും. ഞാൻ ആ ഒരു അവസ്ഥയിലാണ്. 4 ദിവസമായി ഞാൻ ഫുഡ് കഴിച്ചിട്ട്. ഉമ്മയൊക്കെ ചോദിച്ചാൽ തരും, അവരങ്ങനെയാണ്. ഉമ്മ ചോദിച്ചാൽ തരും, എപ്പോൾ ചോദിച്ചാലും തരുമേ. പക്ഷെ ഭയങ്കര സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കൊണ്ടുപോയാലും അത് ഫുഡ് കഴിക്കത്തില്ല, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ഇവരുടെ ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ ബ്രീഡ് ചെയ്യിപ്പിച്ച് അങ്ങനെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവരുടെ ഫുഡിന് വേണ്ടിയിട്ട് അല്ല, എനിക്ക് അതിലൊന്നും ഒരു പൈസ എടുക്കാൻ വേണ്ടിയിട്ടല്ല. എന്നിട്ട് ഇവിടെയാണ് വന്ന് കിടക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇതൊക്കെ വലിക്കുമ്പോൾ വന്ന് പിടിക്കുക. എൻ്റെ വീഡിയോ കിടപ്പുണ്ട്. ഈ ഒരു സ്ഥലത്ത് മാത്രമേ കിടക്കത്തുള്ളൂ. അന്നും ഈ ഡോറിൻ്റെ ഇവിടെ കിടക്കുന്നത്, ഈ ഡോറിൻ്റെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയത്. പിന്നെ ബാക്കി എല്ലാവരും ഇവിടെ വന്ന് കിടക്കുന്നത്. 4 ദിവസം കൊണ്ട് ഞാൻ അവരും തുറന്നു വിടുന്നില്ല. ദൈവത്തെ ഓർത്ത് എനിക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടുന്നു. ഞാൻ 2 വയസ്സ് വരെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരുപാട് നെഗറ്റീവ് പറയുന്നവരുണ്ട്. ഇപ്പം എൻ്റെ ഫാമിലിയിലാണെങ്കിൽ ഒരുപാട് പേര് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഒത്തിരി പേരുണ്ട് എനിക്ക് വട്ടാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് എന്തായാലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ആരെന്നെ വിട്ടുപോയാലും ഇവരെ വിട്ട് ഇനി ഒരു ജീവിതമല്ല. ഇപ്പം ആമാവാദമായിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, നോക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട്. ശരിക്കും എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം. ആര് കൊണ്ടുപോയാലും ഞാൻ അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടണം.